നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവുന്ന 5 നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ നിയമങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവും. ഏതൊക്കെയാണ് ആ 5 പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്പർ 1, മർഫീസ് ലോ. മർഫീസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു മോശം കാര്യം സംഭവിക്കുമെന്ന് ചിന്തിച്ചാൽ വീണ്ടും വീണ്ടും അത് മോശമായി തന്നെ സംഭവിക്കുന്ന ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ അവസാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് മോശമായ ഒരു കാര്യം തന്നെ ആയിരിക്കും. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവായ ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമും നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ഒരു ഔട്ട്കമും കൊണ്ടുതരുന്നത് പോലെ തന്നെ ഇമോഷൻസ് എന്ന് പറയുന്ന നമ്മുടെ വികാരങ്ങൾക്ക് ഒരു വൈബ്രേഷണൽ എനർജി ഉണ്ട്. നമ്മുടെ ശബ്ദത്തിനൊരു താളം ഉള്ളതുപോലെ, ഒരു വേവ്സ് നമ്മൾ കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇതേ വൈബ്രേഷൻ നമുക്കുള്ളിൽ ഉണ്ടാവുന്ന ഈ ഭയത്തിന്, ഫിയറിനും ഉണ്ട്. അപ്പൊ ഈ ഫിയറിന്റെ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് കൂടുതൽ ഭയപ്പെടുത്തുന്ന, കൂടുതൽ പ്രശ്നകരമായ സിറ്റുവേഷൻസിൽ ആയിരിക്കും. ഇവിടെ നാം ചെയ്യേണ്ട കാര്യം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായ ചിന്തകളിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. മർഫീസ് ലോ അനുസരിച്ച് തെറ്റായി പോകേണ്ട കാര്യങ്ങൾ തെറ്റായി തന്നെ പോകും എന്നുള്ളതാണ് ആ സിദ്ധാന്തം പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഭയത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടുന്ന ആ കാര്യമായിരിക്കും സംഭവിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ടൊരു വേദിയിലേക്ക് കയറുമ്പോൾ ഞാൻ ചെയ്യുന്ന മുഴുവൻ കുഴപ്പമാകുമെന്നും ആകെ പ്രശ്നമാകുമെന്നും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എത്ര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ധാരണ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല. അവിടെ വളരെ പരാജിതനായി പബ്ലിക് സ്പീക്കിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലും. ഇനി നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ഇടിക്കും എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും നമ്മുടെ വണ്ടി എന്ന് ഇടിക്കും. ഫിയറിന് റിയാലിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഭയത്തിന് പുറത്ത് യാഥാർത്ഥ്യത്തെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ റൂള് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പാഠം. അതുകൊണ്ട് നാം ചിന്തിക്കുന്ന ചിന്തകൾ പോസിറ്റീവാക്കി മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതേപോലെ ഭയപ്പെട്ട ഒരു കാര്യം ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന് അവസാനം ആ ഭയത്തിൽ തന്നെ കലാശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യണം. എനിക്കും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യണം. 2, കിഡ്ലിൻസ് ലോ. ഈ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ആ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കുന്നതാണെന്നാണ് ഈ നിയമം പറയുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഒരു പേപ്പറും പെന്നും എടുത്ത് എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് കൃത്യമായി എഴുതുക. കാരണം കൃത്യമായി നമ്മൾ എഴുതുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പ്രോസസ്സിൽ തന്നെ അതിന്റെ പരിഹാരത്തെ കുറിച്ച് കൂടി ആലോചിക്കാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ട്. ഒരു സർവൈവൽ സ്കില്ലാണത്. ആ പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുമ്പോൾ ഒരു 360 ഡിഗ്രിയിൽ ആ പ്രശ്നം എന്താണെന്ന് എഴുതി തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും നമുക്കുണ്ടാവും. ഇത് പ്രൂവണാണ്. ജേർണലിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെ എഴുതുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്നുള്ളത് പ്രൂവണാണ്. ഈ തിയറി അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു നിയമം അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ എഴുതുമ്പോൾ നമ്മുടെ പ്രശ്നം 100% തന്നെ സോൾവ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ നമ്മളത് എഴുതുന്നത് വഴി ആ പ്രോസസ്സിലൂടെ തന്നെ നമ്മുടെ പ്രശ്നത്തിന്റെ 50% പരിഹാരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ്. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അസുഖമായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൃത്യമായി ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനുള്ള സൊല്യൂഷൻ തരുന്നത്. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചും കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ കൃത്യമായി കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ആ സെയിൽസ് വളരെ ഭംഗിയായി കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുക്കാൻ കഴിയും. തോമസ് ആൽവ എഡിസൺ ആണെങ്കിലും അദ്ദേഹം ആ ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നാളത്തെ റിസർച്ചിൽ പലതും മറന്നു പോവുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ സീക്വൻസിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ച് പോയപ്പോഴാണ് അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഈ ലോ പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ എഴുതി വെച്ച് പരിഹരിക്കാനായിട്ട് തയ്യാറാവുക, അല്ലെങ്കിൽ എഴുതി വെക്കുന്ന പ്രോസസ്സ് ചെയ്യുന്ന വഴി തന്നെ പരിഹാരത്തിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ തയ്യാറാണോ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ എഴുതാൻ? ആണെങ്കിൽ യെസ്, ഐ ആം റെഡി എന്നർത്ഥം വരുന്ന രീതിയിൽ IR എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക. 3, ഗിൽബർട്ട്സ് ലോ.
ഗിൽബർട്ട്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോകണമെന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് മുൻപോട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇത് ഏറ്റെടുക്കണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു, ഇതെന്നെ കൊണ്ട് മുഴുമിപ്പിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു തോട്ട് പാറ്റേൺ നമുക്ക് വർക്ക് ചെയ്യും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ല എന്ന ചിന്ത വരുമ്പോൾ ഇത് ഏറ്റെടുക്കേണ്ടായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്. ഗിൽബർട്ട്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ കവർ ചെയ്യാനായി ഉത്തരവാദിത്വ ബോധം നമ്മൾ കൂടുതൽ വളർത്തണം. നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണോ ഇറങ്ങിത്തിരിച്ചത് ആ ലക്ഷ്യം നടപ്പിലാക്കുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്, മറ്റാരുടെയും ഉത്തരവാദിത്വം അല്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ആക്ഷൻ എടുത്തുകൊണ്ട് ഏത് സ്ട്രാറ്റജി അവലംബിച്ചും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അദ്ദേഹം പറയുന്നത്, ആരൊക്കെയാണോ ജീവിതത്തിൽ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ നൽകിയത്, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകിയത്, അവരൊക്കെ തന്നെ ഇതേപോലെ ധാരാളം വെല്ലുവിളികൾ വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പകച്ചു നിൽക്കുകയും തുടർന്ന് അതിനെ കവർ ചെയ്യാനായി ധാരാളം സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും അത് തുടർച്ചയായി ചെയ്യുകയും ചെയ്ത വഴിയാണ് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച പല കാര്യങ്ങൾക്ക് വേണ്ടി പോയ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ഏറ്റെടുക്കണ്ടായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് എങ്ങനെ അത് നടപ്പിലാക്കാം എന്ന് ചിന്തിച്ച് തുടങ്ങാം. കാരണം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നടക്കില്ല, അല്ലെങ്കിൽ നടക്കാത്ത കാര്യമാണെന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ നടത്താം എന്ന നമ്മുടെ തലച്ചോറിന്റെ ഭാഗം വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഏത് സ്ട്രാറ്റജി എടുത്തുകൊണ്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് കൃത്യമായ വഴികൾ തുറന്നു കിട്ടും. ഇതാണ് മൂന്നാമത്തെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുന്ന അടുത്തൊരു നിയമം, ഗിൽബർട്ട്സ് ലോ. 4, വിൽസൺസ് ലോ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിലേക്ക് പണവും അതേപോലെ മറ്റൊരു വശത്ത് അറിവും വെച്ചാൽ നിങ്ങൾ അതിൽ ഏതായിരിക്കും സ്വീകരിക്കുക? ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഒരു ഉത്തരം തന്നെ പറയും. എന്താണ് പറയണേ? നമ്മൾ പറയുന്ന ഉത്തരം പണമായിരിക്കും. നമുക്ക് ആവശ്യം പണമാണ്, അതുകൊണ്ട് തന്നെ പണം തന്നെയായിരിക്കും ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. പക്ഷെ നമുക്ക് തന്നെ ഉള്ളിൽ തട്ടി അറിയാം, ഈ പണം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല, പണം എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാവാം. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും നാം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും പണത്തെ ആയിരിക്കും. വിൽസൺസ് ലോ അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അറിവിനെ വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ എന്നാണ്. ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചത് എന്താ? നമ്മുടെ വീട്ടിൽ നിന്നാളും പറഞ്ഞത് എന്താ? നന്നായി പഠിച്ചാൽ നല്ല ശമ്പളം നമുക്ക് നേടാം, നല്ല ജോലിക്ക് കയറാം. അപ്പോൾ നല്ല ശമ്പളം, നല്ല ജോലി, നല്ല ബിസിനസ്മാൻ, ഇവിടെയൊക്കെ മോണിറ്ററി ടേംസിലാണ് ചെറുപ്പം തൊട്ടേ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? വിദ്യാധനം സർവധനാൽ പ്രധാനം. നമുക്ക് കൃത്യമായ ഒരു അറിവുണ്ടെങ്കിൽ പണത്തിന് പിറകെ നമ്മൾ ഓടേണ്ട കാര്യമില്ല, പണം നമ്മുടെ പിറകെ വരും. ആ അറിവിന്, ആ സ്കില്ലിന്, അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ മൈൻഡ് സെറ്റിനെ വളർത്താനും. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്കിൽഫുൾ ആയാൽ, കൃത്യമായി അറിവുള്ള ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം നിങ്ങളെ തേടി വരുന്ന ഒന്നാണ്. നമ്മൾ കഴിവുള്ള ഏത് വ്യക്തിയെ വേണമെങ്കിലും എടുത്ത് പരിശോധിക്കുക, കഴിവുണ്ടാക്കിയ ശേഷം അവരെ തേടിയാണ് പണം വന്നിരിക്കുന്നത്. അവരാരും പണത്തിന് പിറകെ പോയവരല്ല. ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് കൃത്യമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷനേറ്റ് ഏരിയയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഏരിയയിൽ കോൺസ്റ്റന്റ് ആയ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളെ തേടി നിങ്ങളുടെ പിറകെ വരും പണം. പണത്തിന് പിറകെ നിങ്ങൾ ഓടുകയല്ല വേണ്ടത്, പണത്തെ നിങ്ങളുടെ പിറകെ വരുത്താനായിട്ടുള്ള ഒരു മാഗ്നറ്റായി മാറുകയാണ് വേണ്ടത്. ഒരു ബിസിനസ്മാൻ ആണ് താങ്കളെങ്കിൽ, ബിസിനസ്മാൻ പണത്തിന്റെ പിറകെ പൊക്കൊണ്ടിരിക്കുന്നതിന് പകരം മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ്, കസ്റ്റമർ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന രീതി എന്താണ്, മാർക്കറ്റിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ നോളജ് ഉണ്ടാക്കിയാൽ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കാനും അതുവഴി നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായി നന്നായി പൊസിഷൻ ചെയ്ത് നന്നായി ബ്രാൻഡ് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് ഇറക്കാനും ഒക്കെ കഴിയും. ഓട്ടോമാറ്റിക്കലി അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും, പണം ധാരാളം അട്രാക്റ്റഡ് ആവും. സോ നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോളജ് ഈസ് പവർ ആൻഡ് സ്കിൽ ഈസ് പവർ എന്നുള്ളൊരു തത്വമാണ് ഈ നിയമത്തിൽ നിന്നും നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. 5, ഫാൽക്ലാൻഡ്സ് ലോ. ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തീരുമാനം എടുക്കേണ്ടാത്ത ഘട്ടത്തിൽ വെറുതെ തീരുമാനം എടുക്കാൻ നിൽക്കരുത്. കാരണം വളരെ സിമ്പിളായി നമ്മുടെ ലൈഫ് മുൻപോട്ട് പോകുന്ന സമയത്ത് ചില അനാവശ്യമായ തീരുമാനങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നത്. ചില സമയത്ത് തീരുമാനം എടുക്കാതിരിക്കലാണ് ബുദ്ധി. നമുക്കറിയാം, ബുദ്ധൻ ഒരിക്കലും വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ശിഷ്യൻ നമ്മുടെ അടുത്തുള്ളൊരു പുഴയിൽ നിന്നിട്ട് വെള്ളം എടുക്കാൻ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ എല്ലാം കലങ്ങി കിടക്കുകയാണ്. രണ്ടാമത് അയാൾ പിന്നെയും ചെന്നു, പിന്നെ അയാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നല്ല വെള്ളം കിട്ടണമെന്ന്, വീണ്ടും ട്രൈ ചെയ്യാണ്.
അപ്പൊ ബുദ്ധൻ പറഞ്ഞത്, നീ അവിടെ ചെന്ന് മിണ്ടാണ്ടിരിക്കുക, കുറച്ചു നേരം കഴിയാൻ നേരത്തെ വെള്ളം സെറ്റിലാവുമ്പോൾ കോരിക്കൊണ്ടുവരാൻ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ തനിയെ സോൾവ് ആവുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളൊരു തീരുമാനം എടുത്ത് ആ പ്രശ്നത്തിന് ഇടയ്ക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ഡബിൾ പ്രശ്നമായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് സോൾവ് ആകാനുള്ള ടൈം കൊടുക്കുക. നമ്മൾ മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മളുടെ കോർ ഏരിയയിൽ വളരെ മനോഹരമായി തന്നെ വർക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. ഓട്ടോമാറ്റിക്കലി ഇൻ ഡ്യൂ കോഴ്സ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമ്മുടെ തീരുമാനമല്ല അവിടെ വേണ്ടത്, നമ്മളെ തീരുമാനം എടുക്കാതിരിക്കലാണ് അവിടെ വേണ്ടതെന്നാണ് ഫാൽക്ലാൻഡ്സ് ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇമ്പൾസ് പർച്ചേസുകൾ നടത്തിയിട്ട് പലപ്പോഴും വിഷമിക്കാറുണ്ട്. എവിടെയൊക്കെ ചെല്ലും, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കാണും, ചാടിക്കേറി ഇത് വാങ്ങിക്കും, വാങ്ങിച്ച ശേഷം തിരിച്ച് വീട്ടിൽ വന്നിരുന്ന് എന്തിനായിരുന്നു ഞാനത് വാങ്ങിച്ചതെന്ന് ആലോചിക്കും. അവിടെ അത് വാങ്ങാനുള്ള തീരുമാനം എടുത്തില്ലേ ഫാസ്റ്റായിട്ട്, ആ തീരുമാനമാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചത്. അതേസമയം നമ്മൾ 1-2 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കാൻ ഇരുന്നാൽ ചിലപ്പോൾ വാങ്ങിക്കില്ല. നമ്മൾ അനാവശ്യമായി ധാരാളം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്, ധാരാളം സേവനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, അനാവശ്യമായ തീരുമാനമാണ്. അതല്ലെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അല്പം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ചാടിക്കേറി അടുത്ത ജോലിക്ക് വേണ്ടി നമ്മൾ പോകും. എന്നാൽ ഈ ജോലിയിൽ തന്നെ കുറച്ചുകൾ കണ്ടിന്യൂ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും, അഡാപ്റ്റഡ് ആവും, നമ്മുടെ സ്കില്ല് കൂടും, നമുക്ക് നന്നായി തന്നെ ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് മനസ്സിലാക്കാതെ അവിടെ നിന്ന് ചാടി വേറെ സ്ഥലത്ത് പോകും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞാൽ പോയി കഴിയാൻ നേരത്തെ എന്തായി, എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് ആലോചിച്ച് നിരാശപ്പെടും. അപ്പൊ ചില സമയത്ത് തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പോൾ പറഞ്ഞ ഈ 5 നിയമങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയ ഒരു നിയമമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നതും നമ്മൾ ചെയ്ത ചില തെറ്റുകളുടെയും ശരികളുടെയും പുറകിലുള്ള ഒരു നിയമം തന്നെയാണ് ഈ പറഞ്ഞ 5 നിയമങ്ങളും. സോ കൃത്യമായ രീതിയിൽ ഈ നിയമങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ, ഒന്നുകൂടി കൃത്യമായി ഇതിനെ തിരിച്ചറിയാനും നമ്മുടെ ലൈഫിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വിജയം കരസ്ഥമാക്കാം, അതിനായി നന്നായി എങ്ങനെ മുൻപോട്ട് പോകാമെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനും എല്ലാവരും തയ്യാറാവുക. ഇതേപോലുള്ള ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒക്കെ കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.